ഗ്രഹവിജ്ഞാനം ചില പൊടിക്കൈകൾ എന്ന ഈ പംക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലമുടി ഇടതൂർന്ന് വളരുവാനുള്ള ഒരു പൊടിക്കൈ പ്രയോഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണയും 3 ചേരുവകളും മാത്രമാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കാച്ചിയ എണ്ണ എങ്ങനെ രൂപപ്പെടുത്താമെന്ന് പറയാം. അതിന് വേണ്ടത് ചുവന്നുള്ളി 5-6 എണ്ണം, കറിവേപ്പില തണ്ട് 20 തണ്ട്, പിന്നെ കറ്റാർവാഴ തണ്ട് 1. കറ്റാർവാഴ ഇപ്പോൾ പല വീടുകളിലും നട്ടു വളർത്താറുണ്ട്. മുഖസൗന്ദര്യത്തിനും എണ്ണ കാച്ചാനുമൊക്കെ പലരും ഇത് വളർത്തുന്നുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെ ഇത് പച്ചമരുന്ന് കടയിൽ നിന്നും വാങ്ങാൻ ലഭിക്കുന്നതാണ്. 1-2 കറ്റാർവാഴ വാങ്ങിയാൽ വെളിച്ചെണ്ണ കാച്ചാൻ അതിൻ്റെ തണ്ട് ഉപയോഗിക്കാം. ബാക്കി വരുന്ന ഭാഗം മണ്ണിൽ കുഴിച്ചിട്ടാൽ നല്ല പോലെ നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന ഒന്നാണ് കറ്റാർവാഴ തണ്ട്. നമുക്ക് ഒരു കറ്റാർവാഴ തണ്ട് അഗ്രഭാഗം ചെത്തിയതിന് ശേഷം 2-3 മണിക്കൂർ ചെത്തിയ ഭാഗം താഴെ വരുന്ന വിധത്തിൽ ഒരു പാത്രത്തിൽ വയ്ക്കുക. അതിലെ അലർജി ഉണ്ടാകുന്ന മഞ്ഞ നിറത്തിലുള്ള നീര് വാർന്നു വരുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. ചിലർക്കത് അലർജി ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സി ജാറിൽ ചുവന്നുള്ളി നന്നായി തുടച്ച ശേഷം ഇട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇല മാത്രം ഇട്ട് വീണ്ടും അരച്ചെടുക്കുക. ഈ കൂട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് അലവര തണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. ഇവയെല്ലാം കൂടി 250 ml വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ചിടാം. വെളിച്ചെണ്ണ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ചൂടാക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കൊണ്ട് അലവരയും മറ്റു ചേരുവകൾ നന്നായി ഉടച്ചെടുക്കുക. മുഴുവൻ സത്ത് വെളിച്ചെണ്ണയിൽ പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ തണുക്കാൻ അനുവദിച്ച ശേഷം അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഈർപ്പമില്ലാത്ത കുപ്പിയിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാച്ചിയ എണ്ണയുടെ റെസിപ്പിയാണ് ഞാനീ പറഞ്ഞത്. നമ്മുടെ തലമുടി ഇടതൂർന്ന് വളരുവാനുള്ള ഒരു പൊടിക്കൈ തന്നെയാണിത്. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.